കോടതി ഉത്തരവ് വന്നതോടെ ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസ്. ഷാഫി പറമ്പിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി വൈകിയതെന്ന് പരോക്ഷമായി സമ്മതിച്ച മുതിർന്ന നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടിയുണ്ടാക്കിയെന്ന മുതിർന്ന നേതാക്കൾ. ഹൈക്കമാൻഡിനും വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണ്. ഇരകളുടെ പരാതികളുടെ പരമ്പരകളുണ്ടായിട്ടും എല്ലാം പാർട്ടിക്കുള്ളിൽ ഒതുക്കി. യുവതിയുടെ ഗുരുതരമായ പരാതിയിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു. പ്രതി ഒളിവിൽ പോയിട്ടും കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം AICC ഇടപെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിർദ്ദേശം നൽകിയിട്ടും ഷാഫി പറമ്പിൽ തടഞ്ഞു. എടുത്ത നടപടി പ്രഖ്യാപിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പിൻവാങ്ങി. എന്നാൽ കോടതി ഉത്തരവ് വന്നതോടെ ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം ഷാഫി പറമ്പിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടിയെടുക്കാൻ വൈകിയതെന്ന് നേതാക്കളുടെ വ്യത്യസ്ത പ്രതികരണത്തിൽ തന്നെ മനസ്സിലാകും. ഇടുക്കിയിലായതുകൊണ്ട് കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളോട് നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതി നേരത്തെ തന്നെ അനുമതി നേടിയിരുന്നു. അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കി. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ നടപടിക്രമങ്ങളുടേതായ കാലതാമസം? അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിന്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചതിലാണ് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. അതിനകത്ത് പാർട്ടിയിലെടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് ആയി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല. ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു. രാഹുലിന്റെ ലൈംഗിക പീഡന കേസ് പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. സംഭവത്തിൽ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു. ഗുരുതരമായ കേസ് ഉണ്ടായിട്ടും വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും AP അനിൽകുമാറും PC വിഷ്ണുനാഥും ചേർന്ന് രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കിയെന്നാണ് ദീപാദാസ് മുൻഷിയുടെ നിലപാട്. AICCയുടെ കർശന നിർദ്ദേശമുണ്ടായിട്ടും KPCC അധ്യക്ഷൻ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയതിലും ഹൈക്കമാൻഡിന് നീരസമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.